ശബരിമല ശ്രീകോവിലിന്റെ പഴയ സ്വർണ്ണവാതിൽ മാറ്റിയപ്പോൾ മരത്തിന് മാത്രമാണ് കേടുപാട് ഉണ്ടായിരുന്നത് എന്ന് ശില്പി എളവള്ളി നന്ദൻ. എന്നാൽ സ്വർണം വാതിലിൽ നിന്ന് പോയിരുന്നില്ല. പുതിയ വാതിൽ പണിയണമെന്ന് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചത് എന്ന് പുതിയ വാതിൽ സ്ഥാപിച്ച എളവള്ളി നന്ദൻ 24-നോട് പറഞ്ഞു. പഴയ ഡോറിന് മരത്തിനാണ് കേട്, അതായത് വെള്ളം കയറിയിട്ട് ജീർണാവസ്ഥ ഉണ്ടാകും. അങ്ങനെ ബാക്കിൽ മരം പൊളിഞ്ഞ് ഇതാക്കി അങ്ങനെ തൊടുമ്പോഴേക്കും ജീർണാവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മാറ്റാൻ കാരണം മറ്റേ സ്വർണ്ണത്തിനൊന്നും കേടില്ല. സ്വർണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല? ഇല്ല, അതൊന്നുമില്ല, അതിനൊന്നും കേടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത്. റാഫി കരിമുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. റാഫി, എന്താണ് അദ്ദേഹം പറയുന്നത്? റാഫി, പ്രധാനമായും ഈ ദാരുശില്പി പറയുന്നത് ഇവിടുത്തെ വാതിൽ മാറ്റിയ സമയത്ത്, ശ്രീകോവിലിൻ്റെ വാതിൽ മാറ്റി പുതിയ വാതിൽ സ്ഥാപിച്ച സമയത്ത് അതിൻ്റെ മരത്തിന് മാത്രമാണ് തകരാറുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഈ വാതിൽ മാറ്റുന്നതിന് വേണ്ടി, ഇതിൻ്റെ അളവെടുക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ ഈ വാതിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയും പഴയ സ്വർണ്ണവാതിൽ അത് ദേവസ്വം ബോർഡിന് തിരികെ നൽകുന്നതിന് വേണ്ടിയും എല്ലാം ഈ ദാരുശില്പിയായ നന്ദൻ അവിടെ എത്തിയിരുന്നു. നന്ദനാണ് ഈ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്തത്. ഈ നന്ദൻ പറയുന്നതനുസരിച്ച് ഈ വെള്ളം വീണ് ഈ വാതിലിൻ്റെ മരത്തിന് കേടുപാടുകളുണ്ടായിരുന്നു. ആ കേടുപാടുകൾക്കാണ് ആ വാതിൽ മൊത്തമായി മാറ്റിയത്. ആ വാതിൽ മാറ്റുന്നതിൻ്റെ ഭാഗമായി 2018 ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ നന്ദനെ വിളിക്കുന്നത്. ഒരു ശബരിമലക്കായി ഒരു വാതിൽ പണിയണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ നന്ദൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം തന്നെ ശബരിമലയിൽ എത്തുന്നു. ഈ വാതിലിൻ്റെ അളവ് എടുത്ത് മരത്തിൽ ഒരു വാതിൽ നിർമ്മിച്ചു നൽകുന്നു. അത് ബാംഗ്ലൂർ വെച്ചാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ബാംഗ്ലൂരിലുള്ള സ്പോൺസറായ അജിത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പണം നൽകിയത്. മരം തൃശ്ശൂരിൽ നിന്നാണ് കൊണ്ടുപോയത്. ഇതിനുശേഷം ഈ വാതിൽ ശബരിമലയിൽ എത്തിക്കുന്നു. ശ്രീകോവിലിൽ ആദ്യം വച്ച് നോക്കുന്നു, അളവെടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഇത് ചെമ്പ് പൊതിയുന്നതിന് വേണ്ടി ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നു. ഹൈദരാബാദിൽ നിന്ന് വീണ്ടും ചെന്നൈയിൽ എത്തിച്ച് ഇതിൽ സ്വർണം പൂശുന്നു. അതിനുശേഷം ഈ വാതിൽ ശബരിമലയുടെ ശ്രീകോവിലിൽ സ്ഥാപിക്കുന്നു. ഇത് 2018 ഡിസംബറിലാണ് ഇത് ചെയ്യുന്നത്. ആ യാത്ര കോട്ടയത്ത് നിന്ന് വലിയൊരു ഘോഷയാത്രയായാണ് ഈ വാതിൽ ശബരിമലയിൽ എത്തിക്കുന്നത്. ആ സമയത്ത് ആ ഘോഷയാത്രയിൽ ജയറാം അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഇതിൻ്റെ എല്ലാം നേതൃത്വം നൽകിയിരുന്നത്. ആ ഘോഷയാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്ന പരിപാടിയിൽ സ്പോൺസർമാരുടെ ഒരു ടീം തന്നെ പങ്കെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനുശേഷം പഴയ വാതിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് കൈമാറുന്ന വേളയിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. മുരാരി ബാബു അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ, മുരാരി ബാബു അടക്കമുള്ളവരാണ് പഴയ സ്വർണ്ണവാതിൽ ഏറ്റുവാങ്ങിയത് 2018 ഡിസംബറിൽ എന്നുകൂടിയാണ് ഈ ശില്പി നന്ദൻ പറഞ്ഞു വെക്കുന്നത്. ശരി, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.